അപ്പോൾ എല്ലാ കടികൾക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഞാൻ അതിലേക്ക് കാര്യങ്ങളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ചിക്കൻ 65ലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇതിൽ എല്ലില്ല, ബോൺലെസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ചിട്ടുള്ളതാണ്. ഏകദേശം 1 കിലോളം ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മസാലപ്പൊടി, നമ്മുടെ സാധാരണ ഗരം മസാല, പിന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കണം. പിന്നെ നമുക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പിൻ്റെ ഇല, നാരങ്ങ, ഒരു കോഴിമുട്ട, പിന്നെ ആവശ്യത്തിന് നമുക്ക് കോൺഫ്ലവർ പൊടിയും അരിപ്പൊടിയും പിന്നെ ഉപ്പ്. ഇതാണ് നമുക്ക് ചിക്കൻ 65ലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് 65ലേക്കുള്ള ഇനി മസാല ചേർത്ത് ഇത് മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചേരുവകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ ചെറിയ സ്പൂൺ മുളക് പൊടിയാണ്, ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ഗരം മസാല ഒരു ചെറിയ 2 ടേബിൾ സ്പൂൺ എടുത്തേക്കണം, ചെറിയ സ്പൂണാണ് എടുത്തേക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 സ്പൂൺ ഇടാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കോൺഫ്ലവർ പൊടിയാണ്. കോൺഫ്ലവർ പൊടി നമുക്ക് ഇതിലൊരു 2 സ്പൂൺ ഇടാം. പിന്നെ വേണ്ടത് അരിപ്പൊടി. അരിപ്പൊടി നമുക്കിതിൽ ഒരു 1.5 സ്പൂൺ മതി. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് വേണ്ടത്. ഉപ്പൊരു ഇതുപോലത്തെ ചെറിയ സ്പൂണിലൊരു 3 സ്പൂൺ മതി. പിന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വീഴ്ത്താം. ഇനി നമുക്കിത് മാഗ്നേറ്റ് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്യാം. മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായി. അതിന് ശേഷമാണ് നമ്മളിത് വറുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങര ഒരു മുറി പിഴിഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാം. അതെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യുമ്പോൾ വേപ്പിൻ്റെ ഇലയും ഒന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂറോളം ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ മസാലയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട്. അപ്പോൾ നമ്മളിനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വറക്കാനുള്ളത് ചെയ്യാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ചിലരൊക്കെ ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ ഇടാം. ഏകദേശം ഒരു മുരിച്ചിൽ കളറാവുമ്പോൾ നമ്മൾ മറച്ചിടാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഒരു ചെറിയ സ്പൂൺ കൊണ്ട് മറച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം മൊരിഞ്ഞുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുള്ള മണം വരുന്നുണ്ട്. നമുക്കിത് ഒന്ന് കോരി വയ്ക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ കൂടി നമുക്ക് വറക്കാം. നമ്മളിനി 65 സെറ്റ് ചെയ്യാണ്. കുറച്ച് സോസും അതിൻ്റെ കുറച്ച് ഒരു ഗ്രേവി പോലെ ആക്കിയിട്ട്. അപ്പോൾ അത് ചെയ്യാൻ പോവുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ജീരകമാണ്. നല്ല ജീരകം കുറച്ച് അതിലിട്ട് കൊടുക്കാം. ഒരു കഷ്ടി ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ആ ചെറുതായിട്ടൊന്ന് പൊട്ടുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 പച്ചമുളകാണ് അരിഞ്ഞിട്ടുള്ളത്. ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം നമുക്ക്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒരു 3 വറ്റൽമുളക് ഇടാം. ഇനി വേണ്ടത് അതിലേക്ക് കുറച്ച് സോസാണ്. ചില്ലി സോസ് ഇല്ലേ നമ്മുടെ, ആ ചില്ലി സോസ് അതിലൊഴിക്കുക. ഇനി നമുക്ക് ചെറുതായിട്ട് തീ കത്തിച്ചാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ചെറുതായിട്ടൊന്ന് വറ്റിനോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ഇടാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലായിടത്തേക്കും ഈ സോസിനെ മിക്സാക്കാൻ വേണ്ടോ. എല്ലായിടത്തേക്കും നമ്മൾ ആ ശരിയാക്കിയ സോസ് മിക്സ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതിയല്ലേ, ഒന്നുകൂടി ഡ്രൈ ആവും ചിക്കൻ. നമ്മുടെ 65 പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ 65 എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി ചെറുതായിട്ട് നിങ്ങൾ ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. നന്നായിട്ട് ആ ചില്ലി സോസിൻ്റെയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ടെസ്റ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇനി കാണുന്നവരെ ബൈ.